ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുർത്തിയുടെയൊക്കെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നെക്കിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാറുണ്ട്. ഇത് ഒഴിവാക്കി എങ്ങനെ കൃത്യമായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ഫ്രണ്ടിലെയും ബാക്കിലെയും പീസിലെ നെക്കുകൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഫിനിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻവാസിൽ മാത്രമേ പതിച്ചടിച്ച് നിർത്താവുള്ളൂ, ഫ്രണ്ടിൽ നമ്മളത് ഫിനിഷ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നെക്ക് ക്യാൻവാസ് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ബാക്ക് പീസ് താഴെ വരുന്ന പോലെ വെക്കുക, നല്ല വശം മുകളിൽ വരുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ക്യാൻവാസ് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നെക്ക് കൃത്യമായിട്ട് രണ്ട് നെക്കും, അതായത് ഫ്രണ്ടിലത്തെ നെക്കും ബാക്കിലത്തെ നെക്കും ഒരേപോലെ വരുന്ന പോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പല്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് അടിച്ചെടുക്കുക. അതായത് നെക്ക് സെയിം ടു സെയിം ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് തയ്ച്ച് വരുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ചെറിയ ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ട്രിം ചെയ്ത് നേരെയാക്കിയാൽ മതി. അപ്പോൾ ഈ തയ്യൽ ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരുന്ന ബാക്ക് സൈഡിലെ ക്യാൻവാസിനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. നമുക്കറിയാം ഷോൾഡർ പല രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്ക് ടാറ്റാ.